നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി മതി. ഈ ഗുരു കഥ പറപ്പിച്ച് ഞാൻ എത്രോടും പറയാറുണ്ട്. പറയടി. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സുഖം കിട്ടിയേക്കണം മറ്റേ നീഗ്രോന്റെ ആരാധകരെ കണ്ട അവനാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ കണ്ട സാധനം അവന്റെ ആയിരുന്നു. ഒരു ഒന്നൊന്നര സാധനം. അവിടുന്ന് തൊട്ട് ദിപിടം വരെ നീളം. വിശ്വസിക്കോ? ദീ കനം. എന്നോട് റിസപ്ഷനിലെ പെൺകുട്ടിയോട് പറഞ്ഞു, ബി ചേച്ചി നീഗ്രോയാണ്. നീ സൂക്ഷിച്ചോ, ചെക്കന് ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ. ചേച്ചി വെറുതെ ഒന്ന് തലോടി കൊടുത്താൽ മാത്രം മതി. ഞാൻ വിടുവോ? ഞാൻ എല്ലാ അടവും പയറ്റി കലക്കി കൈ കൊടുത്തു. ഞാൻ അയാളെ മസാജും മറക്കും അതൊക്കെ ചെയ്തു. ഞാനിത് പ്രതീക്ഷിച്ചു. അതെന്ത്? പട്ടിണി കിടക്കുന്ന പട്ടിക്ക് മട്ടൻ ബിരിയാണി കിട്ടിയാ തിന്നുവോ അതോ കൊണ്ട കളയുവോ? പക്ഷെ സാധനം പൊടി കേട്ടോ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. എന്നോട് ചെയ്യരുതെന്ന് റിസപ്ഷൻ പെൺകുട്ടി പറയെങ്കിൽ ഞാൻ ചെയ്തു. എനിക്കെന്തോ പോലെ. പിന്നെ എത്ര സാധനം കണ്ടിട്ട് നമുക്ക് നിക്കാൻ പറ്റുമോ? ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര വലുതൊക്കെ നമ്മുടെ കണ്ണിൽ കാണുമ്പോ അത് നീക്കണം. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അത് പറയാലോ. എന്നോട് റിസപ്ഷനിലെ പെൺകുട്ടി പറഞ്ഞാ ചേച്ചി ചെയ്യില്ലേ, ഒന്നും ചെയ്യാൻ പാടില്ലാന്ന്. ഞാൻ ചെയ്തു. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. അന്നുണ്ടായ ഫീല് പുറത്തേക്ക് സൗണ്ട് കേട്ടു. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ഒന്നൊന്നര മുതലായിരുന്നു. നിനക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലോടി? വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം.